ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ഥലത്ത് വന്നേക്കും കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ട് വന്നത്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ പറയണ്ട, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, അങ്ങനെ സ്ഥലത്താണ് വന്നേക്കുന്നത്. അല്ലേന്ന് ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് അല്ലേ കൂട്ടാ? റൈറ്റ് ഞാൻ ഓഫ് ചെയ്തു. ഇവിടെ ഭയങ്കര ഏരിയ കേട്ടോ, ഫുള്ള് ആൾക്കാരൊക്കെ ഒരുമാതിരി വണ്ടി ഓടിക്കുന്നതും വലിയ എന്താ പറയുന്നേ, അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളാട്ടോ. അപ്പം നമുക്ക് ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഏറ്റവും സാധനങ്ങൾ പല കടകളിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി ഒരു വീഡിയോ കണ്ടിട്ട് വന്നത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുന്നത് പല കടകളിൽ പല സാധനങ്ങളല്ലേ, എല്ലാ കട ഇപ്പം ചിലത് പർട്ടിക്കുലർ ഇപ്പോൾ ലൈറ്റിൻ്റെ ഷോപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലത് ഡെക്കോർ ഐറ്റം ആയിരിക്കും, അങ്ങനെ പല കട. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓരോ കടകളിൽ, അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം, എനിക്കറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുക. അപ്പോൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ നോക്കിയെടുക്കണം, ഒരുപാട് ടൈമൊക്കെ എടുത്ത് അങ്ങനെ വരണമെന്ന്. പക്ഷെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര തിരക്കാട്ടോ, പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ ഈവനിങ് ടൈം ആട്ടോ. 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം ഞങ്ങളുടെ അവിടുന്ന് വളരെ അടുത്താണ്, പക്ഷേ ട്രാഫിക്കും എല്ലാം കഴിഞ്ഞിപ്പോൾ 6 മണി ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ, അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞത്, ഭയങ്കര തിരക്കും, ആൾക്കാർ വല്ലാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതും. ഭയങ്കര എന്താ പറയുന്നത്, വർക്കിംഗ് ഡേയ്സിലൊന്നും ഇവിടെ വരാതി, വർക്കിംഗ് ഡേയ്സിൽ അല്ലേ, ഈ വീക്കെൻഡ്സിൽ വരരുത്, അല്ലെങ്കിൽ ഉച്ച സമയത്ത് അങ്ങനെ വല്ലതൊക്കെ വരണം. അത്രയ്ക്ക് തിരക്കുവാ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വലിയ സ്ഥലമൊന്നുമില്ല. നമുക്ക് അകത്ത് കയറിയിട്ട് ഇനി എന്താ സംഭവം നോക്കാം. ഗേറ്റിന്റെ ഗേറ്റ് സെമിത്തേരി കേട്ടോ, അതിന്റെ ഈ സൈഡിലും ഇതിന്റെ ചുറ്റുമൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കടകൾ കിടക്കുക. ഇങ്ങനെ കടകള് മാറിക്കൊടുക്കാം. ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എല്ലാം പൊടിയാ കേട്ടോ, ഫുള്ള് പൊടിയാ. ആക്ച്വലി എല്ലാം പൊടി പിടിച്ചതും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാട്ടോ ഇവിടെ കൂടുതൽ. ഈ ടിഫിൻ ബോക്സ് ഒന്നും കുഴപ്പമില്ല, അങ്ങനെ കൊള്ളത്തില്ലല്ലോ. അങ്ങനത്തെ വാക്വം വേണോ ജീവ? എന്തോ എടുത്തല്ലോ, ബ്ലാക്ക്ബെറിന്റെ അല്ല, ഇതിന്റെ ക്യാമറ എൻ്റെ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ, പക്ഷെ എൻ്റെ ചാർജിങ്ങിൻ്റെ ഇത് കാണുന്നില്ല. സെയിം ദോ ഇവിടെ തന്നെ വന്നേ. അതിനകത്ത് ക്യാൻഡിലുണ്ട്. ഇത് മറ്റേ ഇതിൻ്റെ ഹോം ബോക്സ്. രണ്ടെണ്ണം ഒരേ സൈസിലുണ്ട്. ചുമ ചൂടോളം കുടിക്കണം. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റും എന്താ ഇത് പറയുന്നത്, ഡംബിൾസ് അല്ലേ,
പഴയ സാധനം നല്ല പൊടി അഴുക്കൊക്കെ ഉണ്ട്. കഴുകിയെടുക്കണം മേടിക്കാൻ. ഞങ്ങളത് മേടിച്ചില്ല ഗൈസ്, ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് തോന്നി. ഞങ്ങൾ വെച്ച് പുതിയത് തന്നെ മേടിക്കാമെന്ന്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നത് എന്തൊക്കെയുണ്ടെന്ന്. കൂടുതലും പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ഐറ്റംസാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അവിടുന്ന് എവിടെ വന്നേ? സഫാരി മാളിലേക്ക് വന്നു കേട്ടോ. സഫാരി മാളിലേക്ക് വന്നു. ഞങ്ങൾ അവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ സഫാരി മാളിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കുറേ നാളായി ഇവിടെ വന്നിട്ട്. എന്തായാലും പണിയേറി കൂടുതലായി അല്ലേ? അപ്പോൾ പണിയേറി കൂടുതലായി. ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൈ എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഫുഡ് കോർട്ടും അവിടെയൊക്കെ ഇങ്ങനെ നടക്കുക. നല്ല കഴിക്കാനോ എനിക്ക് സത്യം പറഞ്ഞ മേശക്കുന്നു എത്ര നടന്നപ്പോ. ഒന്നും മേടിക്കത്തില്ല, കാണത്തേ ഉള്ളു. ചില രസമുണ്ടല്ലേ, നല്ല കണക്ഷൻ. ലൈറ്റൊക്കെ അല്ല മണ്ടക്കോട്ട് പോകുക. മീൻ നോക്കാം. മീൻ ഗൈസ്, മീൻ ഗൈസ്. നല്ല രസമുണ്ട്. എനിക്ക് മീനെ വേണമെന്നുണ്ട്, പക്ഷെ ചത്തു പോകുമ്പോൾ സങ്കടവും വരും. പായൽ പിടിച്ച് കഴിയുന്നു. പക്ഷെ ചത്തു പോകുമ്പോൾ ഭയങ്കര സങ്കടം വരും. ഇങ്ങോട്ട് നോക്കിയേ, ചെവിയുണ്ട്. പിന്നെ ഇവൻ നല്ല ഏഞ്ചൽ ഫിഷ് ആണോ? അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വെറുതെ പറഞ്ഞു, ചുമ്മാ അങ്ങ് പറയാം. ഇത് മാത്രം അറിയാം, ഗോൾഡ് ഫിഷ്. അവിടെ നിറച്ച ആളാട്ടോ. അപ്പുറത്തെ ആള് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടേ. അത് അറിയില്ല, എന്തൊരു മുത്തു പോലെ വീഴുക. ഫൗണ്ടന് വെള്ളമല്ല വീഴുന്നത്. ഇതും രസമുണ്ട്. ഇത് ലൈവ് പ്ലാന്റ് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിൽ കളർ മീനായിരുന്നു ഒന്നുകൂടെ ഭംഗി വന്നേനെ. ഇതിലിപ്പോ ഒരാൾ മരിച്ചു ഇപ്പൊ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വോളിലൊക്കെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല രസമുള്ള പല ടൈപ്പിൽ റേഞ്ച് ആണെങ്കിലും ഇതിനൊക്കെ 20-50 ഉള്ളൂ. എനിക്കത് കുഴപ്പമില്ലെന്ന് തോന്നി, കാരണം ഞാൻ നെസ്റ്റോയിലൊക്കെ നോക്കിയതിനേക്കാളും ഇച്ചിരി അഫോർഡബിൾ കേട്ടോ. ഇതിനൊക്കെ 29 ഉള്ളൂ ഈ ബട്ടർഫ്ലൈക്കൊക്കെ അല്ലേ. കമ്പയർ ടു നെസ്റ്റോയിലൊക്കെ കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ക്ലിയറൻസ് പ്രൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി. 19 ഉള്ളടി ഇതിന് അടി സെറ്റിന്. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അത് തുറക്കാൻ പറ്റുമോ? ഇല്ല. ഏത് ഒരുപോലത്തെ എടുക്കണ്ട, 2 കളർ എടുക്കുക. ആ കറുപ്പെടുത്തോ? കറുപ്പല്ല, അത് തന്നെ ബ്രൗൺ. അത് വേണ്ട.
ആ ഓക്കെ അല്ലേ? ഇതിനൊക്കെ എത്ര? 350. പക്ഷെ ചെറിയ ചിലതിലൊരു ചെറിയ പൊട്ട് അങ്ങനെയൊക്കെ ചെറിയ ഉള്ളൂ. നോക്കിയൊക്കെ നല്ല ഐറ്റം കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ എസ്റ്റുവിലൊക്കെ പൊക്കെടുത്ത് നല്ല ഇതാ കണ്ടോണ്ടല്ലേ നല്ല ഇതാട്ടോ. ഇതിനൊന്നും പക്ഷെ വലിയ ഡാമേജ് ഇല്ല കേട്ടോ. ചില ഐറ്റത്തിന് വെയിറ്റ് ഉണ്ടോ അതിന്? ഇതേണ്ട കണ്ടോ, ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല രസം. 2 ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ച് വീഴുന്നു. പക്ഷേ 2 ദിവസം കേട്ടോ. ഇനി ഞാൻ ഇതിലേ ചോറ് അതെ. ഇതുണ്ട്. ഈ പച്ച എങ്ങനെയുണ്ട്? ഈ പച്ച എന്തോ ഉള്ള എന്തോ ഉള്ള അപ്പമുണ്ട്, പൊറോട്ട, വീറ്റ് പൊറോട്ട, അപ്പം, പത്തിരി, ഇടിയപ്പം, റൊട്ടി, ബട്ടർ റൊട്ടി. മോന് വേണ്ട, മോൻ നോക്കാം. ഞാൻ എനിക്ക് നോക്കാം. അതിൻ്റെ ഫുഡ് സെലക്ട് ചെയ്യുകയാണ് ഗൈസ്. കൺഫ്യൂഷൻ എന്തോ എടുക്കണമെന്നുള്ള. കുൽച്ച, കുൽച്ചി, ചിക്കനൊക്കെ കഴിക്കുക. വെജല്ലേ ആദ്യമേ കണ്ടത്? നീ ഫസ്റ്റ് മുതലെടുക്കാൻ ചൂ. അപ്പം വന്നു. പിന്നെന്തോ ആയിരുന്നു? ഗോബി മഞ്ചൂരി അല്ലേ? ദീവൻ്റെ റൊട്ടി വന്നില്ല. എടുത്തോ, ഒരെണ്ണം എടുത്തോ, വരുമ്പോഴത്തേക്ക് കഴിക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു അവിടെ ഇരിക്കുന്ന പച്ച ഷർട്ടിട്ട് അങ്കിൾ നോക്കുന്നു. ചൂടാ, അത് ഉള്ള നല്ല ചൂടായിരിക്കും. ടേസ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളോ? ആക്ച്വലി ഇതൊക്കെ ഉണ്ടല്ലോ, റൊട്ടി, ചപ്പാത്തി, അതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് ഈ സാധനം. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അതെ, അതിനോട് കുഴപ്പമില്ല. നീ കഴിക്കും, കഴിക്കാം. നീ എനിക്ക് വരട്ടെ, നീ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഏറെ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ ഇന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്. ഹലോ, പൊറോട്ട അടിക്കുന്നുണ്ടോ?